ഡിവൈനിൽ ഫുൾ ടൈമറായി കൗൺസിലിംഗ് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കെ ഒരു ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നു. അവർ നാഗ്യാമർമ്മലച്ചനെയും പനിക്കലച്ചനെയും കണ്ട് ആശീർവാദം മേടിക്കാനായി വന്നതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർക്ക് 12 മണിക്കൂറിനുള്ളിൽ ഒരു ഓപ്പറേഷൻ വേണം. ട്യൂബ് പ്രഗ്നൻസിയാണ്. വേദന കൊണ്ട് പുളഞ്ഞാണ് ആ ഭാര്യ ഇവിടെ ഡിവൈനിൽ എത്തിയത്. അച്ഛന്മാർ അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവർ വളരെ വേദനിച്ചു. അവർ പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞ സങ്കടത്തോടെ അവരുടെ വേദന ഒന്നും കൂടെ കൂടി. തിരിച്ചു പോകാനായി അവർ സ്റ്റെപ്പിറങ്ങി വരുമ്പോൾ വേദനിച്ചും വിഷമിച്ചും നടക്കാനാവാതെയും ബുദ്ധിമുട്ടുന്ന ഈ ദമ്പതിമാരോട് ഞാൻ പറഞ്ഞു, എന്തു പറ്റി? അവർ ഉത്തരം പറഞ്ഞു, 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തണം, ഓപ്പറേഷന്, ഇല്ലെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭർത്താവ് പറഞ്ഞു. ഉടനെ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. അവരെ കൗൺസിലിംഗ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിച്ചു വിടാൻ. ഞാനത് അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ കൗൺസിലിംഗ് ഹാളിലേക്ക് വരാമോ? സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു വിടട്ടെ. അവർ സൂക്ഷിച്ചെന്നെ നോക്കി. അയ്യോ, സിസ്റ്ററിൻ്റെ അടുത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കാനായി ഇവിടെ ധ്യാനത്തിന് വന്നപ്പം, കൗൺസിലിങ്ങിന് സിസ്റ്ററിൻ്റെ അടുത്താണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് എത്ര നാളായി മക്കളില്ലാതിരുന്നിട്ട് മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ വിട്ടതല്ലേ സിസ്റ്ററെ. അത് ട്യൂബ് പ്രഗ്നൻസിയായി പോയി. 5-8 വർഷത്തിന് ശേഷം ആഗ്രഹിച്ച ഈ കാര്യം ഇങ്ങനെയാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, കർത്താവിനൊന്നും അസാധ്യമായില്ല. മക്കൾ വാ. ഞാൻ അവരുടെ ശിരസിൽ കൈവച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഒരു വചനം തന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 11 ഭാര്യയ്ക്കും 12 ഭർത്താവിനും കൊടുക്കുക എന്ന്. ഭാര്യ അത് വായിച്ചു. ഞാൻ സ്തുതിക്കാൻ പറഞ്ഞു. ഭർത്താവും അത് വായിച്ചു. അവർ സ്തുതിച്ചു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. ഭാര്യയോട് പറഞ്ഞു, നീ ബാത്റൂമിൽ പോയിട്ട് വായോ, അവളെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. വളരെ അവശതയോടെ തന്നെയാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഭർത്താവ് സഹായിച്ചു. തിരിച്ചു പോരുമ്പോൾ നല്ല ചുണക്കുട്ടിയായിട്ട് വരുന്നു. എന്താ ഉണ്ടായി എന്ന് ചോദിച്ചു. എൻ്റെ അടിവയറ്റിലെ വേദനയെല്ലാം പോയി, ഘനം പോയി, എനിക്കിപ്പോൾ നല്ല ഫ്രീഡം തോന്നുന്നു, എനിക്കൊരു കുഴപ്പവുമില്ല സിസ്റ്റർ, എനിക്കിനി ഓപ്പറേഷൻ ഒന്നും വേണ്ട, എല്ലാം സൗഖ്യപ്പെട്ടു. ഈശോ ആ ട്യൂബ് പ്രഗ്നൻസി ശരിക്കും ഗർഭപാത്രത്തിലേക്ക് തന്നെ വെച്ച് തന്നതാണ് എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യപ്പെടുത്തി പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ തിരിച്ചുപോയി ദൈവത്തെ പ്രകീർത്തിച്ചു. പ്രിയമുള്ളവരെ, വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഇത് സാധ്യമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. സത്യമായിരുന്നു അത്. അവൾക്ക് പ്രായം കവിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും വിധി എഴുതി, ഇനി അവൾക്ക് വേണ്ടി നിങ്ങൾ ചികിത്സിക്കണ്ട, അതിനൊരു ഫലവും കിട്ടുകയില്ല എന്ന്. അതുപോലെ തന്നെ ഭർത്താവിന് കിട്ടിയതും കൃത്യമായിട്ടുള്ളതാണ്. അതിനാൽ ഒരുവനിൽ, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്നും ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, അവരെ പറഞ്ഞു വിട്ടു,
നിങ്ങൾ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതുവരെ ഈ വചനം തന്നെ പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. യാതൊരു കുഴപ്പവും കൂടാതെ നിങ്ങൾക്ക് തമ്പുരാൻ ആ കുഞ്ഞിനെ കയ്യിലേക്ക് തരും. അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കാം. ഈ വചനം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അനേകരെ നമുക്ക് രക്ഷിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പ്രാർത്ഥിച്ച് സന്ദേശം നൽകാം. താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരു കുഞ്ഞിനെ ലഭിക്കാതെ 5-8 വർഷം കാത്തിരുന്നിട്ട് അത് ആദ്യത്തെ പ്രാവശ്യം തന്നെ ട്യൂബ് പ്രഗ്നൻസി ആയാൽ അവരുടെ ദുഃഖം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവം തൻ്റെ സ്നേഹത്താലും ഉദ്ധിതനായ ഈശോ തൻ്റെ കൃപയാലും പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ സഹവാസത്താലും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊപ്പം കൂടെ നടക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.